അർദ്ധവാർഷിക പരീക്ഷ 10ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഉപകാരപ്രദം എന്ന് പറയാൻ കാരണം 3 ചോദ്യപേപ്പർ നോക്കുമ്പോഴും ഏറെക്കുറെ 50% ചോദ്യങ്ങളും സെയിം ആയിട്ടാണ് വരുന്നത്. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ചോദ്യപേപ്പറിൽ നിന്ന് 25% ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. കാരണം 3 ചോദ്യപേപ്പറിലും ഏറെക്കുറെ സെയിം ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കും നമുക്കങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. മുഴുവൻ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തത് ഇന്ന അവ്വല മാ ഖലഖല്ലാഹു, അള്ളാഹു ആദ്യം പടച്ചതെന്താണ്? അൽ കലമു, കലമാണ്. പേന എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പേനയുമായി എന്തെല്ലോ സാദൃശ്യമുള്ളത് കൊണ്ടാണ് അതിന് കലം എന്നുള്ള പേര് നൽകിയത്. അപ്പോൾ കലമാണ്. രണ്ടാമത്തത് കുല്ലു മാ യഹ്ദുസു ഫിൽ ആലം, ആലമിൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ബി ഖലാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. മൂന്നാമത്തത് യൻസിലു ഫി ആഖിരി സമാനി, അവസാന നാളിൽ ഇറങ്ങി വരും ഈസ അലൈഹിസ്സലാം. നാലാമത്തത് വൽ മുത്തഖി ലഹുൽ ബിഷാറത്തു, മുത്തഖിയായ മനുഷ്യന് സന്തോഷവാർത്ത ഉണ്ടാകും ഇന്ദൽ മൗത്ത്, മരണസമയത്ത്. അഞ്ചാമത്തത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ദീനിൻ്റെ മേലാകുന്നു. ഫൽ യൻളുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കട്ടെ ആരെ നമ്മൾ കൂട്ടുകാരാക്കണം എന്നുള്ളത്. അപ്പോൾ കൂട്ടുകാരൻ്റെ അതേ ഒരു ദീനിൻ്റെ ആദർശത്തിലായിരിക്കും നമ്മളുടെ നടത്തിപ്പും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. അതുകൊണ്ട് ആരെ കൂട്ടുകാരനാക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. ആറാമത്തത് അസ്സലാത്തു അല നബി, നബിയുടെ മേലുള്ള സ്വലാത്ത് മിൻ അഫ്ളലിൽ അഅ്മാലി, ഏറ്റവും നല്ല പ്രവർത്തികളിൽ, ശ്രേഷ്ഠമായ പ്രവർത്തികളിൽ പെട്ടതാണ്. ഇങ്ങനെയാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത് തമ്മീം പൂർത്തിയാക്കാനുണ്ട്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലാഹി മറ്റോ കമൻറ്റിൽ എഴുതുകയും ചെയ്യുക. രണ്ടാമത്തത് തമ്മീം പൂർത്തിയാക്കാനാണ്. 2-3 ആയത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. ഖാല തആല ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, നല്ല നദികളുള്ള തോപ്പുകളിലാണ് മുത്തഖീങ്ങളായ ആളുകൾ. ഖാല തആല, അല്ലാഹു തആല ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദ്രിൻ, ഓരോ വസ്തുക്കളെയും അതിനുള്ള കൃത്യമായ കണക്കുകളോടുകൂടെ തന്നെയാണ് നമ്മൾ പടച്ചിട്ടുള്ളത്. മൂന്നാമത്തത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്സഹാബത്തി അമലു കുല്ലു മുയസ്സറുൻ ലിമാ ഖുലിക ലഹു, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ചെയ്തോളൂ, ഓരോന്നിനും ഓരോരുത്തർക്ക് ഓരോ വിഷയങ്ങൾ എളുപ്പമാക്കിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ചിലർക്ക് ചിലതായിരിക്കും എളുപ്പം, മറ്റു ചിലർക്ക് അത് പ്രയാസമായിരിക്കും, വേറെതായിരിക്കും എളുപ്പം. നാലാമത്തത് ദഇല്ലയ്യാമ തഫഅലു മാ തശാഉ വതിബ നഫ്സൻ ഇദാ ഹഖമൽ ഖളാഉ, അതാണ് ആ ബൈത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം. മൂന്നാമത്തത് ബയ്യിൻ, വ്യക്തമാക്കാനാണ്. ഒന്നാമത്തത് അൽ ഖദരിയത്തു, ഖദരിയാക്കൾ ആരാണ്? അൽ ഖദരിയത്തു ഹുമുൽ മുൻകിറൂന ലിൽ ഖദരി, അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളാണ് ഖദരിയത്ത്. അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്ന വിശ്വാസം അവർക്കില്ല, അവരാണ് ഖദരിയത്ത്. അക്രമുന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതിയിലുള്ള ഉയർന്ന ആളുകൾ ആരാണ്? അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ നിന്ന് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും കൂടുതൽ തഖ്വ ആർക്കാണോ അവരായിരിക്കും അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും ഉയർന്ന ബഹുമാനമുള്ള ആളുകൾ. ഇനി തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക. വജ്തിനാബി നവാഇഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുക. ഇംതിസാലു അവാമിരില്ല വജ്തിനാബി നവാഇഹി. നാലാമത്തത് മസലുൽ ജലീസി സൂ, ചീത്ത കൂട്ടുകാരനോടുകൂടെ ഇരിക്കുന്നതിൻ്റെ ഉപമ എന്താണ്? കനാഫിഹിൽ കീരി, നാഫിഹിൽ കീരി, ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. 5 മസലുൽ ജലീസി സോലിഹ്, നല്ല ആളോടുകൂടെ ഇരിക്കുന്നതിൻ്റെ ഉപമ എന്താണ്? കഹാമിലിൽ മിസ്കി, സുഗന്ധം ചുമക്കുന്നവനെ പോലെയാണ്. ഹാമിലിൽ മിസ്കി എന്നാണ്. ഇനി നാലാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. ഖതബല്ലാഹു മഖാദിറൽ ഖലായിക്കി മതാം, അള്ളാഹു തആല
സൃഷ്ടികളുടെ കണക്കുകൾ തക്ദീറാക്കി എഴുതിയത് എപ്പോഴാണ്? അല്ലാഹു എഴുതി മഖാദിർ അൽ ഖൽക്ക് സൃഷ്ടികളുടെ കണക്കുകളെ ഖബല അൻ യഖ്ലുഖ സമാവാതി വൽ അർളി ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ് ബി 50 അൽഫ സന 1500 വർഷം മുമ്പ്. ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 1500 വർഷം മുമ്പ് അള്ളാഹു താല സൃഷ്ടികൾക്കുള്ള കണക്കുകളെ അള്ളാഹു താല എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മാതാ ജാബ ഹീന സുയില അയ്യു ജുലസായിന ഖൈറുൻ, ഏറ്റവും നല്ല ഇരിപ്പിടക്കാരൻ കൂട്ടുകാരനാക്കാൻ പറ്റിയ ആൾ ആരാണ് എന്ന ചോദ്യത്തിന് നബിതങ്ങൾ എന്ത് മറുപടിയാണ് കൊടുത്തത്? മൻ ദക്കറക്കും ബില്ലാഹി റുയത്തുഹു, അവനെ കാണുന്നത് തന്നെ നിന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും, അവനെ കണ്ടാൽ തന്നെ അള്ളാഹുവിനെ ഓർമ്മ വരും. വസാദ ഫി ഇൽമിക്കും മൻതിഖഹു, അവൻ്റെ സംസാരം നിൻ്റെ ഇൽമിൽ വർധനവുണ്ടാക്കിത്തരും. വദക്കറക്കും ബിൽ ആഖിറത്തി അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങൾ നിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തെ ഓർമ്മിപ്പിക്കും. ഇവനാണ് കൂട്ടുകാരിൽ കൂടെ കൂട്ടാൻ പറ്റിയവന് ഏറ്റവും നല്ലത്. മൂന്നാമത്തത് മത്താ ഖാല ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദുൽ അംബിയായി, അംബിയാക്കളുടെ ശരീരം ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കി എന്നുള്ളത് എപ്പോൾ പറഞ്ഞതാണ്? യാ റസൂലല്ലാഹ് വ കൈഫ തുറലു സലാത്തുന അലൈക വഖദ് റംത, നബിയെ നിങ്ങളുടെ മേൽ എങ്ങനെയാണ് സലാത്ത് വെളിവാക്കുക? നിങ്ങൾ മരിച്ച് മണ്ണോട് അലിഞ്ഞ് ചേർന്നില്ലേ, പിന്നെ എങ്ങനെയാണ് വെളിവാക്കുക എന്ന് ചോദിച്ചപ്പോഴാണ് നബിതങ്ങൾ ഹറമ അലൽ അജ്സാദുൽ അംബിയായി എന്ന് പറഞ്ഞത്. നാലാമത്തത് ഇലാ മൻ ഉർസില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരിലേക്കാണ് നബിതങ്ങളെ നിയോഗിക്കപ്പെട്ടത്? ഇന്ന നബിയ്യന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ മബ്ഊസുൻ ഇലാ കാഫത്തിൽ അറബി വൽ അജം, അറബികളിലേക്കും അനറബികളിലേക്കുമാണ്. വൈല സഖലൈനി അൽ ജിന്നി വൽ ഇൻസി, ജിന്ന് ഇൻസ് എന്ന 2 വർഗ്ഗങ്ങളിലേക്കും, ജമിയൻ മുഴുവനായിട്ടും. അഞ്ചാമത്തത് അൽ മുഅ്ജിസത്തു മാഹിയ, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്രുൻ ഖാരിഖുൽ ആദത്തി, പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യമാണ്. യദ്ഹറു, അത് പ്രകടമാകുന്നു. അലാ യദി മുദ്ദഇ നുബുവത്തി, നുബുവത്തിനെ വാദിക്കുന്ന ഒരാളുടെ കരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളിൽ നിന്നത് പ്രകടമാകുന്നു. അങ്ങനത്തെ പതിവിന് വിപരീതമായ കാര്യങ്ങളാണ്. ഇപ്പം ഞാനൊരു കോഴിമുട്ട താഴിട്ടാൽ അത് പൊട്ടലാണ് പതിവ്, എന്നാൽ വലിയിട്ടാൽ പൊട്ടൂല, കാരണം പതിവിനിക്ക് വിപരീതമായിട്ട്. അങ്ങനെ അവൻ നുബുവത്തിനെ വാദിക്കുന്നവനും കൂടെ ആവണം. ഇൽഹാർ അല്ലി സുദുഖിഹി, അവൻ്റെ ആ ഒരു വാദത്തെ ശരിവെക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് കമ്മിൽ വ തർജിം, പൂരിപ്പിക്കുക, പരിഭാഷപ്പെടുത്തുക എന്നതാണ്. ഈ ഒരു ചോദ്യം 2-3 പേപ്പറിലുണ്ട്. ഇത് പഠിച്ചു വെച്ചവർക്ക് ഉറപ്പായിട്ടും ഒരു 4-5 മാർക്ക് വാങ്ങാൻ കഴിയും. വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സആദത്തിൻ വത്തിബാഉ വഹ്വാർ ഉസുശരി ഹബായിലാ, നല്ലോണം പാടി പഠിച്ചോളി, കാര്യം ഉണ്ടാവും. കാരണം 3 പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള തഖ്വ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിത്തറയാണ്. ശരീരച്ചയോട് പിന്തുടരൽ തിന്മകളെ കെണിവലകളിൽ പ്രധാനമാണ്. ആറാമത്തത് ഉക്തുബിൽ മാന, അർത്ഥം എഴുതാനാണ്. പൂവയിലത്ത് എന്ന് പറഞ്ഞാൽ അണ്ഡമാണ്, അണ്ഡം. ലബിനത്തുൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക. ഖരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു. അതിലും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി കൃത്യമായി പഠിക്കുക. പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഭാഗങ്ങളിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹദീസുകളും നോട്ട് ചെയ്യുക. എളുപ്പം നമുക്ക് 50 മാർക്കും വാങ്ങാൻ പറ്റിയ വിഷയമാണ് ദുറൂസ്. എന്നിരുന്നാൽ നമ്മൾ നിസ്സാരമായി കാണുകയും ചെയ്യരുത്, പഠിക്കുകയും വേണം. എല്ലാം എളുപ്പമാവട്ടെ. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണണം. പൊതുപരീക്ഷയൊക്കെ വരുന്നുണ്ടല്ലോ. എല്ലാറ്റിനും കൂടെ നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. നമുക്ക് ഉഷാറാക്കണം. നല്ല മാർക്കോടുകൂടെ എല്ലാവർക്കും പാസ്സാവാനും കഴിയണം. എല്ലാ നിലക്കുള്ള ഉയർച്ചയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവരോട് ഒന്നുകൂടെ ഉണർത്തി, ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.